ശബരിമലയെ ലോക തീർത്ഥാടന ഭൂപടത്തിലെത്തിക്കുമ്പോൾ ശബരിമലയുടെ വികസനമെന്നാൽ കേരളത്തിൻ്റെയും വികസനമാണ്. ശബരി റെയിൽവേ പദ്ധതി എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ലോക ടൂറിസം ഭൂപടത്തിൽ ശബരി റെയിൽവേയും ഇടം പിടിക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയുടെ വികസനത്തിന് ആദ്യ പരിഗണന നൽകേണ്ടത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ യാത്രാ സൗകര്യം തന്നെയാണ്. യാത്രാ സൗകര്യത്തിനായി 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ശബരി റെയിൽവേ പദ്ധതി പൂർത്തീകരിക്കുന്നതോടൊപ്പം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചേരേണ്ട അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയും നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയും പൂർത്തീകരിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇതിനായുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതിലൂടെ മലയോരത്തിന് അപ്രാപ്യമായിരിക്കുന്ന പല പദ്ധതികളും ശബരിമലയുടെ വികസനത്തോടുകൂടി പ്രാപ്യമായി തീരുമെന്നും ശബരിമലയുടെ വികസനം മുൻനിർത്തി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മലയോരത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിവെക്കുമെന്ന് ഹിൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറിയും ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനറുമായ അശ്വന്ത് ഭാസ്കർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാനായ എസ് പുഷ്പവതി, ഡോക്ടർ പി അനിൽകുമാർ, വിതുര വികസന സമിതി ജനറൽ സെക്രട്ടറി എസ് സതീഷ് ചന്ദ്രൻ നായർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻമാരായ എസ് പുഷ്പവതി, ഡോക്ടർ പി അനിൽകുമാർ, വിതുര വികസന സമിതിയുടെ ജനറൽ സെക്രട്ടറി എസ് സതീഷ് ചന്ദ്രൻ നായർ എന്നിവരാണ്. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് ഈ 20-ാം തീയതി. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുടെ വികസനം പറയുമ്പോൾ ശബരിമലയുടെ വികസനം ആദ്യപടിയെന്നുള്ള നിലയിൽ യാത്രാക്ലേശം വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ വെക്കുന്ന ആവശ്യം ശബരിമലയുടെ വികസനം പറയുന്നവ ഏകദേശം 2.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച ശബരി റെയിൽവേ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തണം. കാരണം ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് ശബരിമലയുടെ മാത്രം വികസനമല്ല. ഏകദേശം 6 ജില്ലയിൽ കൂടി കടന്നു പോകുന്നതാണ് ശബരി റെയിൽവേ പദ്ധതി. ഇപ്പോൾ ഗവൺമെൻറ് പുതിയതായി അനുഭവിച്ച ശബരിമല ഗിരിഫീൽഡ് എയർപോർട്ട് ശബരിമലയുടെ വികസനം മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഭ്രമങ്ങാനം പള്ളി, എരുമേലി വൈരവള്ളി, അങ്ങനെ ഒട്ടനവധി മറ്റ് തീർത്ഥാടന കേന്ദ്രം കൂടി ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വികസന പാതകളിലേക്ക് വരികയാണ്. ടൂറിസം പിൽഗ്രിമേജ് മാത്രമല്ല, ടൂറിസവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു മലയോര പ്രദേശം, ഞങ്ങളുടെ മലയോര പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അത്യന്തം സന്തോഷമാണ്. ഇതിന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ അതിനകത്തൊന്നും കിടക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ മലയോര പ്രദേശത്ത് വസിക്കുന്നവരുടെ ആവശ്യം ശബരിമലയെ ബന്ധപ്പെട്ട് ഏത് ഗവൺമെൻറ് വന്നാലും, ഏത് ഗവൺമെൻറ് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഏത് ഗവൺമെൻറ് വന്നാലും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട്, മലയോരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എന്ത് പരിപാടിക്കും ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ HILDFിൻ്റെ പൂർണ്ണ പിന്തുണ.